ഒരു യുവജന പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ നമുക്ക് സർക്കാരിനോട് ചോദിക്കലാണ് എളുപ്പം. ഞങ്ങൾ ആ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ല നിന്നത്. അത് സർക്കാരിനെ സഹായിക്കുക എന്നതിനപ്പുറം ആ നാട്ടിലെ മനുഷ്യന്മാരുടെ പ്രയാസം കണ്ടിട്ടെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെ മീഡിയ വണ്ണിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് വെച്ചിരുന്ന പണം നഷ്ടമായി. അയാളിങ്ങനെ കരഞ്ഞുകൊണ്ടുള്ളൊരു ഒരു ഒരു റിപ്പോർട്ട് കൊടുത്തു. അപ്പം മീഡിയ വണ്ണിൻ്റെ ആ റിപ്പോർട്ടർ എന്നോട് സംസാരിച്ചു. എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അപ്പം തന്നെ നമ്മുടെ കയ്യിൽ പണം ഇരുന്നിട്ടല്ല, അപ്പം തന്നെ കമ്മിറ്റ് ചെയ്തു, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പണം അവർക്ക് കൈമാറി. അതുപോലെ തന്നെയാണ് മറ്റൊരു മാധ്യമ സ്ഥാപനം. ആ മാധ്യമ സ്ഥാപനം അവിടുത്തെ നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീപ്പ് നഷ്ടമായി. അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആവർത്തിക്കുന്നൊരു കാര്യമാണ്. ആ പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവർക്ക് വരുമാനമില്ല എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഉണ്ടായിരുന്നു വാഹനങ്ങളായിരുന്നു. ആ വാഹനങ്ങൾ എത്ര എണ്ണം നഷ്ടമായി? ഈ സർക്കാർ ആർക്കെങ്കിലും വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്? അപ്പോൾ അന്നൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു. ഉടൻ തന്നെ ഞങ്ങൾ ഒരു ജീപ്പ് ആ ചെറുപ്പക്കാരന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്.